ഹായ് ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 250 രൂപ റേഞ്ച് വരുന്ന അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് പ്ലാന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് മുതലുള്ള വീഡിയോസ് നമ്മൾ ഇനി കൊറിയർ ചെയ്യുന്നത് ട്യൂസ്ഡേ മുതലാണ്. പ്ലാന്റ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. DDDC സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ വഴിയാണ് പ്ലാൻസ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. ഒരു 10 പ്ലാൻസ് വരെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് KSRTCയിൽ അയക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് മണ്ണ് തീരെ റിമൂവ് ചെയ്യാണ്ട് നമുക്ക് ഫുൾ പ്ലാൻസ് ഗാർഡൻ പ്ലാൻസ് ഒക്കെ നമുക്ക് അയക്കാൻ സാധിക്കും. വളരെ വെയിറ്റ് കുറവാണ്, മീൻസ് റേറ്റ് വളരെ കുറവാണ്. നമുക്ക് മണ്ണൊക്കെ കളയാതെ നമുക്ക് അയക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ പ്ലാന്റ്സ്, ഔട്ട്ഡോർ, ഇൻഡോർ എല്ലാ പ്ലാന്റ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇറഗുലർ ഓർഡറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ വെബ്സൈറ്റ് നോക്കണ്ട. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഞാൻ 250 രൂപ, അതായത് ഒക്കെ ഷൂട്ടുകളുള്ള പ്ലാന്റ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. നമുക്കൊരു 4 പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് കൊറിയർ അയക്കാൻ പറ്റും. ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് 70 ആണ്. DDDC സ്പീഡ് പോസ്റ്റും സെയിം റേഞ്ചാണ് വരുന്നത്. പിന്നെ നമുക്ക് ബോക്സിൻ്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടും. കാരണം നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ബോഗൺവില്ലയാണ് സെയിൽ ചെയ്തിരുന്നത്. സോ നമുക്ക് ഇൻഡോർ പാക്ക് ചെയ്യണ പോലെ നമുക്ക് ബോഗൺവില്ല പാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചില കസ്റ്റമേഴ്സ് എബൌട്ട് 10 പ്ലാൻസ് വരെ നമുക്ക് ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ അവർ ഒറ്റൊരു CCയിലാണ് പറയുന്നത്. സോ അതായത് 70 രൂപ CCയിൽ പ്ലാന്റ് അയക്കാനാണ് അവർ പറഞ്ഞത്. അത് ചില കസ്റ്റമേഴ്സ് അപ്പോൾ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത് വെയിറ്റ് അനുസരിച്ചിട്ടാണ്. 1 kg ആണ് 70 വരുന്നത്. പിന്നെ അത് വെയിറ്റും കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ റേറ്റ് കൂടും. ബോക്സിൻ്റെ വിഡ്ത്തൊക്കെ അനുസരിച്ചായിരിക്കും പിന്നെ നെക്സ്റ്റ് റേറ്റ് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡോർ ചെയ്യുന്ന പോലെ ഇല്ല. ബോഗൺവില്ലൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പലർക്കും പല റേഞ്ചിലാണ് കൊറിയർ ചാർജ് വന്നിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് നോക്കിയാലോ. ഇതേ ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റൈസ് നാരോൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതിലിതേ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റാണ്. ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട്. 2 ഷൂട്ട് 250 ആണ് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നത് 180ക്കാണ്. ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ്. ഇതിൽ 3 ഷൂട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ സെയിം പ്ലാന്റ് ചോദിക്കരുത്. ഫസ്റ്റ് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ ഇതിൽ മാത്രം 3 ഷൂട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സെറ്റിലും 3 ഷൂട്ട് ഇല്ല. ഈ ഒരു പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ 3 ഷൂട്ട്. ബാക്കി രണ്ടും ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. റേറ്റ് 250 രൂപ. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി പിങ്ക് അറോറയാണ്. ഇതിൽ കണ്ട ഒരു ലൈറ്റ് റോസും ഗ്രീനും ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഈ തായ്ലൻഡ് വെറൈറ്റി അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റികൾ വെച്ച് നോക്കുമ്പോൾ വളരെ എന്താ പറയുക, കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമാണ്. കാരണം പ്ലാന്റ്സിന് ഡാമേജ് കുറവാണ്. പെട്ടെന്ന് തന്നെ ഷൂട്ടുകളുണ്ട്. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. അധികം നമ്മൾ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലും 2 ഷൂട്ട് ലീഫൊക്കെ വിരിഞ്ഞിട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ബിഗ് സൈസുള്ളൊരു പ്ലാന്റിനാണ് കേട്ടോ. നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റ് റോസും ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ്. ഇതിൽ 3 ഷൂട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 3 ഷൂട്ട് തന്നെ ചോദിക്കരുത്. ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്ലാന്റ് കിട്ടുന്നതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാത്തിലും 2 ഷൂട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ വലിയ പ്ലാന്റാണ്, വലിയൊരു പ്ലാന്റാണ്. അതിൻ്റെ കൂടെ 2 ലീഫുള്ള ചെറിയൊരു പ്ലാന്റ്. ഇതിന് നമ്മുടെ കയ്യിൽ കുറച്ചധികം പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 250 ആണ് റേറ്റ് വരുന്നത്. 250 രൂപ. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ബ്യൂട്ടി റെഡ് ആണ്. 250 റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.
ഷൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീ കണ്ട നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാലും ഒത്തിരി ലീഫൊക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഒറ്റ പീസാണ് ഉള്ളത്. നെക്സ്റ്റ് വെറൈറ്റി റൂബി ബാത്തിക്ക്. ഇത് കണ്ട ഒരു നേരെ ലീഫാണ് വരുന്നത്. ഇതും നല്ല റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ട 3 ഷൂട്ട് വരുന്നുണ്ട്. ഈ പ്ലാന്റ്സൊക്കെ വളരെ മെയിൻ്റെനൻസ് കുറവ് മതി. നമ്മൾ സാധാരണ ഈ റെഡ് വെറൈറ്റീസ് പോലെ തന്നെ പെട്ടെന്ന് ചീഞ്ഞ് പോകും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നെക്സ്റ്റ് വൺ ലക്കാച്ചിയുടെ പ്ലാന്റാണ്. ഇത് അത്ര വലിപ്പമുള്ള പ്ലാന്റ് അല്ല കേട്ടോ, ഒരു മീഡിയം സൈസുള്ള പ്ലാന്റാണ്. ഇതേ ഡബിൾ ഷൂട്ടാണ് വരുന്നത്. ഇതിൻ്റെയും ഒരു 6 or 5 പ്ലാന്റ് മീൻസ് പ്ലാന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ്. ഇതിൽ ഒരു പോട്ടിൽ മാത്രം 3 ഷൂട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബാക്കി എല്ലാത്തിലും ഡബിൾ ഷൂട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാന്റ് അത്ര ബിഗ് സൈസ് അല്ല, സീഡ്ലിംഗ് സൈസ് അല്ല, ഒരു മീഡിയം സൈസിൽ പ്ലാന്റ് തന്നെയാണ്. ഈ റേറ്റിന് വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും പ്ലാന്റ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.